വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾക്കത് ആദ്യം ഇഷ്ടമാവണം. അപ്പൊ നമുക്ക് അവിടെ ജീവിക്കാനും തോന്നും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരു വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാഷസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ മുരളി സാർ പെട്ടെന്ന് പ്രോംപ്റ്റ് ആയിട്ട് നമ്മളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൺസേൺസ് എന്താന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഓഫീസിൽ എനിക്ക് ഇവിടെ പഞ്ചായത്ത് റിലേറ്റഡ് കേസ് മാർട്ട് വന്നപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി. അപ്പൊ ഓഫീസ് എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഏറ്റവും എന്താ വെച്ചാൽ എപ്പോ വിളിച്ചാലും അവർ അറ്റൻഡ് ചെയ്യും. നമസ്കാരം. ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളീയ തനിമയും പാരമ്പര്യവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് ഒരു കേരള ട്രഡീഷണൽ വീട്. അത്തരത്തിലുള്ള മനോഹരമായൊരു കേരള ട്രഡീഷണൽ വീടുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് MD എഞ്ചിനീയർ ശ്രീ KV മുരളീധരൻ ഡിസൈൻ ചെയ്ത മറ്റൊരു ഇന്റർലോക്ക് ഭവനം കാണാം ഇന്ന്. നമസ്കാരം. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള ദേവദേയം വീടിന്റെ വിശേഷങ്ങളാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ പ്രേക്ഷകർക്കുള്ള ഓണസമ്മാനം. ഇന്ന് ഈ വീടിന്റെ വിശേഷങ്ങളും ഇവരുടെ ഓണവിശേഷങ്ങളും കേൾക്കാം. ആദ്യം നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടാം. എൻ്റെ പേര് അഖിൽ, ഞാൻ HPCയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അഖില, ഹോമിയോ ഡോക്ടറാണ്. പിന്നെ ഞങ്ങൾക്കൊരു മോനുണ്ട്, 8 വയസ്സായി. ഇപ്പൊ നാട്ടില് പോയിരിക്കുക, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ വീടിന്റെ പുത്തനോണത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ വീടിന്റെ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായ ഒരു കേരളീയ തനത് നിർമ്മാണ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത്. വിശാലമായ വരാന്ത, ചെരിഞ്ഞ റൂഫിങ്, അതുപോലെ വാസ്തുവിന്റെ ഒരു ഭംഗി, അതെല്ലാം ഒത്തിണങ്ങുന്ന രീതിയിലാണ് നിങ്ങളുടെ ഈ ദേവദേയം എന്ന വീട് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. ഇത്തരത്തിലുള്ള ഓരോ ചെറിയ ഘടകങ്ങളും കേരളത്തിന്റെ പഴമയെ ഓർമ്മിക്കുന്ന വിധത്തിലുള്ളവയാണ്. അപ്പോൾ ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ട്രഡീഷണൽ രൂപഭംഗിയിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്റീരിയർ ആ രീതിയിലായിരിക്കില്ല, അല്ലല്ലോ? അല്ല, ആധുനികത ഒത്തിണങ്ങുന്ന വിധത്തിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഗ്രഹനാഥ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ വീടെന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു രീതിയായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? അതെ, തുടക്കത്തിലെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് വീടാണ് കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് അതിന്റെ ആ റിച്ച്നെസ് ഒക്കെ കൊണ്ടുവരാനാണ് നമ്മള് കുറെ എസ്തെറ്റിക് എലിമെന്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ നമ്മളെ നോട്ടത്തിൽ തന്നെ പെടുന്ന ഒന്ന് ഈ വരാന്ത തന്നെയാണ്. വളരെ വിശാലമായ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു വരാന്തയാണ്. എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഒരുപാട് വരാന്തകൾ നടക്കാനുള്ള, ഉലാത്താനുള്ള വരാന്തകളുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ അത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നീളൻ വരാന്തകൾ കൊടുത്തത്. പിന്നെ ആ നീളൻ വരാന്തകളിൽ കാല് നീട്ടിയിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയ ചാരുപടി കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കൊടുക്കാത്തത് തന്നെയാണോ? കൊടുക്കാത്തത് തന്നെയാണ്. കാരണം ഒന്ന് ഇവിടുത്തെ ഒരു രീതി വെച്ച് നമ്മൾ കംപ്ലീറ്റ് കൊടുത്ത ഒരു കൺജസ്റ്റ് അടച്ചു മൂടിയ ഒരു അവസ്ഥ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് വേണ്ട എന്നുള്ള രീതിക്കാണ് ചെറിയ രീതിയിൽ അത് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ തൂണുകൾ. ഇപ്പൊ പലരും പല ഷേപ്പുകളുള്ള അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള തൂണുകളാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ പക്ക ട്രഡീഷണൽ ആയ രീതിയിൽ പണ്ടത്തെ വീടുകൾ കാണുന്ന പോലെ തന്നെയുള്ള, ബിക്കോസ് ആ ട്രഡീഷണൽ കോൺസെപ്റ്റിന് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഉരുളിമയായി നിൽക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി എന്ന് തോന്നിയോണ്ടാണ് അങ്ങനെ ഉരുണ്ട തൂണുകൾ. ഇത് സാധാരണ കോൺക്രീറ്റ് തൂണുകളല്ലേ? കോൺക്രീറ്റ് തൂണുകൾ തന്നെയാണ്. കോൺക്രീറ്റ് തൂണുകളിൽ പെയിന്റ് ചെയ്തത് മരത്തിന്റെ പെയിന്റ് അടിച്ചിരിക്കുന്നു എന്ന് മാത്രം, ഡിസൈൻ വർക്ക് മരത്തിന്റെ വരച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയി തോന്നുന്ന ഒരു കാര്യം നമ്മുടെ വാളാണ്. ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ എക്സ്റ്റീരിയറിലെ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ കാണുമ്പോൾ ചെങ്കലിന്റെ ഒരു ഡിസൈനാണ് വാളിൽ വരുന്നത്.
അപ്പൊ ഇത് ടൈലാണ് അല്ലെ? ടൈലാണ് ഇത്, ക്ലാഡിംഗ് ടൈലാണ്. ക്ലാഡിംഗ് ടൈൽ ഒട്ടിക്കാനുള്ള ഒരു പ്രധാന കാര്യം, എസ്തറ്റിക്സ് ഒരു പ്രധാന കാര്യമാണെങ്കിൽ പോലും രണ്ടാമത്തെ കാര്യം ചെയർ ആവാതിരിക്കാനാണ്. കാരണം പുറത്താണ്, എപ്പോഴും പൊടിയാവുന്നത്. അപ്പം ഈ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എലിമെന്റ്സ് വരുന്ന ഒരു സ്ഥലമാണ് എക്സ്റ്റീരിയർ. പിന്നെ എല്ലാവരും അറിയാതെ തൊട്ട് കയറുന്ന ഒരു അവസ്ഥയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അങ്ങനെയും കൂടെ ലോങ് ടേമിലേക്കും കൂടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചേക്കാം. എപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ അല്ലെ? അത് തന്നെ. അതിന്റെ കൂടെ തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറിങ്ങും ഇവിടെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും പഴയൊരു മണ്ണിന്റെ ടെക്സ്ചറും കൂടി വരുന്ന രീതിയിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കോർണേഴ്സിൽ ചെറിയൊരു ഡിസൈൻ വർക്കും കൂടി വന്നിട്ടുണ്ട്. അതൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടൈലാണ് ഇത്. ഇങ്ങനെ ഒരു മോട്ടീഫ് ഉള്ള ടൈലുകൾ തന്നെ ഓപ്റ്റ് ചെയ്ത്. ആദ്യം ഞാൻ ഇനീഷ്യലി വിചാരിച്ചത് കാവിയുടെ ഫ്ലോറിംഗ് കൊടുക്കാം എന്നായിരുന്നു. പിന്നെ നോക്കിയപ്പം പിന്നെ കുറെ ഒന്ന് സെർച്ച് ചെയ്ത് വന്നപ്പോ ഇങ്ങനെ മോട്ടീഫ് ടൈലുകൾ. അപ്പം കാവി ഇനിയിപ്പോ ഇളകി പോയാലോ എന്നുള്ള പേടി, അങ്ങനെ കുറെ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ പുറത്താവുമ്പോ ലൈറ്റിനൊക്കെ എക്സ്പോസ്ഡ് ആണ്. സോ അവിടെ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ, അപ്പം ലോങ് ടേമിലേക്ക് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം വിട്രിഫൈഡ് ടൈല് തന്നെയാണ് ഇത്. വിട്രിഫൈഡ് ടൈലിൽ മോട്ടീഫ് ഡിസൈൻ ഉള്ള ഒരു ടൈല് കൊടുത്തു. അത് എസ്തെറ്റിക്കലിയും ഭംഗിയുണ്ടാവും, എന്നാൽ അത് ഡ്യൂറബിളും ആയിരിക്കും എന്നുള്ള രീതിയിൽ. ഗ്രാനൈറ്റോ മാർബിളോ പോലുള്ളവ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നവയാണല്ലോ വെട്രിഫൈഡ് ടൈല്. ഇതിപ്പോ ഇത്തരത്തിലുള്ള ഒരു മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയ സ്ഥലത്ത് കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടുന്നതിനും അതുപോലെ അതിന് കംപ്ലൈൻസ് വരുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട് അല്ലെ? എപ്പോഴും മഴ അടിക്കുമ്പോ വെയിലടിക്കുമ്പോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ വളരെയധികം പൈസ ഇറങ്ങുന്ന രീതിയിലുള്ള ചെയ്യുന്നതിനെക്കാട്ടും ഈ രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഉചിതം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സ്റ്റെപ്പിന് ഉപയോഗിച്ചിരിക്കുന്നതും ബ്ലാക്ക് കളർ ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ടൈലുകളാണ്. സാധാരണ എല്ലാവരും ഗ്രാനൈറ്റ് ആണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഇവിടെ അതും ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ചാരുപടിക്ക് ഇരിപ്പിടത്തിന് നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ഇവിടെ കിഴക്ക് ഭാഗത്ത് ആയതുകൊണ്ട് വെയിൽ എപ്പോഴും അടിക്കും. വെയിലടിക്കുമ്പോൾ ഗ്രാനൈറ്റ് കാലാന്തരത്തിൽ മങ്ങാനും ഇളകി പോവാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിൽ ഇങ്ങനെ ഗ്രാനൈറ്റിനൊരു നരച്ച പോലെ മങ്ങ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനാണ് ഫുൾ ബോഡി ടൈൽ തന്നെ എടുക്കാം എന്ന് കരുതിയത്. ഒരുവിധം വീടിന്റെ എല്ലാ കാര്യങ്ങൾക്കും ടൈൽ തന്നെയാണ് അല്ലെ? ഗ്രാനൈറ്റ് അല്ല, ടൈൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്തത്. അതെ. അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റുകൾ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ശരറാന്തൽ ലൈറ്റ് കാണാം. അത് ഇപ്പോഴത്തെ ആധുനിക സംവിധാനത്തോട് കൂടിയിട്ടുള്ള ലൈറ്റാണ്. എന്നിരുന്നാൽ പോലും പഴമയുടെ ആ ഒരു പ്രതീകമായിട്ടാണ് അത് അവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു 4 ലൈറ്റുകളും ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു ട്രഡീഷണൽ ലുക്ക് ഉള്ളത് ചെയ്തിട്ടുണ്ട്. നമ്മളെ സീലിംഗ് കാണുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ പാറ്റേൺ വരുന്ന രീതിയിലുള്ള പഴയ കാലത്ത് തറവാട് വീടുകളിൽ കാണുന്ന അതേ മച്ചിന്റെ ഡിസൈൻ വരുന്ന ഒരു ഫാൾ സീലിംഗ് ഡിസൈനും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഒരു ചായ ആവാം. ഓക്കെ, അടുക്കളയിലേക്ക് പോവാം. അപ്പൊ നമുക്കും കിച്ചണിലെ വിശേഷങ്ങൾ ആദ്യം തന്നെ കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണല്ലോ അല്ലെ? അതെ അതെ അതെ. കാരണം ട്രഡീഷണൽ വീടാണ് ഇത് കോൺസെപ്റ്റ് വൈസ്. പക്ഷെ നമ്മുടെ ജീവിതശൈലി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ സാധാരണ എല്ലാ നമ്മൾ ഈ കോണ്ടംപററി ആയിട്ടുള്ള സ്റ്റൈലുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കാലത്തിനനുസൃതമായിട്ടുള്ള എനിക്ക് ഉപയോഗിക്കാനും നിത്യജീവിതത്തിൽ ഈസി ആയിട്ടുള്ള സംഭവങ്ങളും ഞാൻ ഈ കിച്ചണിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള കുറച്ച് യൂട്ടൻസിൽസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ നമുക്ക് എല്ലാം പാത്രങ്ങളൊക്കെ തൂക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുഷ് ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. സേഫായി എടുത്തു വെക്കാൻ പറ്റും. വളരെ ചെറിയൊരു മിനിമൽ സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചായക്ക് മധുരം വേണം? ഓ, മധുരാവാം. നമ്മുടെ ഈ വീടിന്റെ കിച്ചൺ കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അല്ലെ? നമ്മള് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ വിൻഡോയുടെ തൊട്ടപ്പുറത്തായിട്ട് വരാന്ത വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ. എന്ന് വെച്ചാൽ കിഴക്കുന്നുള്ള വാസ്തുപ്രകാരമാണെങ്കിലും കിഴക്കുന്നുള്ള സൂര്യപ്രകാശം കിച്ചണിലേക്ക് വരണം എന്നുള്ളതാണ് വാസ്തുപ്രകാരമുള്ള ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ രാവിലത്തെ ആ മോർണിംഗ് സൺ നമുക്ക് ഇവിടെ കിച്ചണിൽ വരുമ്പോ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ. അതെ അതെ അതെ, അത് തന്നെ. അപ്പൊ അതുകൊണ്ടും കൂടെ ഈ രീതിക്ക് തന്നെ കണ്ടത്. പിന്നെ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് കൊടുക്കുവാണെങ്കിൽ പ്രശ്നം വെച്ചാൽ വടക്ക് വശത്ത് കൂടിയാണ് റോഡ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ കിച്ചൺ സെറ്റ് ചെയ്യാൻ പറ്റില്ല.
ഇപ്പൊ കിച്ചണിന് വർക്ക് ഏരിയ കൊടുക്കേണ്ടി വരും, സ്റ്റോറേജ് സ്പേസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ എല്ലാം കൂടെ ആ വീടിന്റെ ലുക്ക്, ഓവറോൾ ലുക്ക് തന്നെ മാറും. പക്ഷെ എക്സ്റ്റീരിയറിന് നോക്കുമ്പോ ഇവിടെയാണ് കിച്ചൺ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അത് അതിന്റെ ലേ ഔട്ട് നന്നായി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അഗെയിൻ നമ്മള് കിച്ചണില് വർക്ക് ഏരിയ ആയിട്ട് ഒരു കണക്ഷൻ സ്പേസ്, ഒരു പാസ് ത്രൂ വിൻഡോ. നമ്മൾ സാധാരണ കാണാത്ത ഒരു ഡിസൈൻ ആണ്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് ചെറിയൊരു പോർഷൻ, ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു പാസ് ത്രൂ വിൻഡോ പോലെ. കാരണം അത് ഈ കുക്കിങ്ങിന്റെ സമയത്ത് നമുക്ക് ഈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന വെസൽസ് കുറെ ഉണ്ടാവും, പിന്നെ അതും ചുമന്ന് അപ്പുറത്തോട്ട് പോകണം. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുക. അപ്പം കുക്കിംഗ് എത്ര ഈസി ആക്കാൻ പറ്റും ആ രീതിക്കാണ് ഞാൻ ഇവിടെ എല്ലാ കിച്ചണിന്റെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം 910 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് വിത്ത് WPC ബാക്ക് പാനലിംഗ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റും ഒരു വുഡൻ ഷെയ്ഡും വരുന്ന വുഡൻ ഷെയ്ഡ്. വൈറ്റ് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ടോണി സേജ് എന്നാണ് ആ ലാമിനേറ്റിന്റെ പേര്, ടോണി സേജ്. അതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന മുകളിൽ അത് കൊടുക്കാനുള്ള കാരണം വീടിന്റെ ഒരു ഓവറോൾ ആംബിയൻസ് എന്ന് വെച്ചാല് നമുക്ക് ഇത് ഞാൻ ആദ്യം വിചാരിച്ചു വുഡ് തന്നെ മുകളിലേക്ക് കൊടുത്താലോന്ന്, പിന്നെ വിചാരിച്ചു വുഡ് തന്നെ മുകളിൽ കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഇഴുത്തടച്ച പോലെ ആവും കിച്ചണിലേക്ക് വന്ന് കേറുമ്പോ നമ്മൾ രാവിലെ. അപ്പൊ അത് വേണ്ട. അപ്പൊ മുകളില് വൈറ്റ് ആയിട്ടുള്ള ഇത് കൊടുക്കട്ടെ, താഴെ ഇതേപോലെ. കാരണം താഴെയാണ് നമ്മൾ എപ്പോഴും പിടിച്ച് ചേറാവാനൊക്കെ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി. അങ്ങനെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അതേപോലെ ഫ്ലോറിങ്ങും വുഡൻ ഷെയ്ഡ് തന്നെയാണ് അല്ലെ, വുഡൻ വരുന്ന ടൈലുകളാണ് നമ്മൾ ഈ കിച്ചണിലും അതുപോലെ തൊട്ട് ചേർന്ന് വരുന്ന വർക്ക് ഏരിയയിലും ഉപയോഗിച്ചിട്ടുള്ളത്. മോഡുലാർ കിച്ചൺ ആണ് ഈ കിച്ചണിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഫ്രിഡ്ജ് എല്ലാം ഇതേപോലെ ഒരു കറക്റ്റ് ആയിട്ടൊരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തുടക്കത്തിലെ കിച്ചണിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം ഞാൻ കുറെ വീടുകൾ കണ്ടിട്ടില്ല, എല്ലാം ഭയങ്കര നന്നായിട്ട് കിച്ചൺ വരുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും, ഒരു സാധനം എടുത്ത് ഒരുപാട് ദൂരം നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു കുക്കിംഗ് സ്റ്റൈൽ എനിക്ക് പെട്ടെന്ന് കൈ എത്തുന്ന ഇതിലാവണം എന്നുള്ള ഒരു നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാ അറിയാം ഈ കൈൻഡ് ഓഫ് ഓപ്പൺ ഷെൽഫുകൾ കൊടുക്കാനുള്ള കാരണം. ഈ ഓപ്പൺ ഷെൽഫ് കൊടുത്താലുള്ള യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമ്മളിവിടെ ജോലി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം എടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്തു, നമ്മൾ തിരിച്ചു വെച്ചു, ഫൈൻ. ഇപ്പൊ ഡോറ് ആക്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുറക്കുകയും അടയ്ക്കുകയും പിന്നെ കാലക്രമത്തിൽ ഹിഞ്ചസിന് അതിന് പ്രോബ്ലം വരും. സോ ഇത് മുന്നിൽ കണ്ടാൽ ഞാൻ ഇവിടെ ഓക്കെ നമുക്ക് വർക്ക് ഈസി ആക്കാൻ ഇനി ഓപ്പൺ റാക്സ് തന്നെ കൊടുക്കാൻ ട്രൈ ചെയ്തത്. പിന്നെ നമ്മളെ ഇപ്പോ സംസാരം കേട്ടാൽ തന്നെ അറിയാം, വീട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നപ്പോ തന്നെ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു അല്ലെ. എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എന്ത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ലെവൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വീടിന്റെ കട്ടില് ഈ പറഞ്ഞ പോലെ ഒന്നും പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാനോ ഉള്ള ഒരു അവസ്ഥ കിട്ടില്ല, പിന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും സാധിക്കില്ല. അപ്പൊ അത് കാരണം തുടക്കത്തിൽ നമ്മളെ അറിവിന് ഇതായിട്ട് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ള കാര്യം നടക്കട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ മാക്സിമം ഞാൻ അതില് എന്റെ കഴിവിന് പരമാവധി എന്ന് പറയാം അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇവിടെ ഫ്ലോറിങ്ങിലൊക്കെ ഞാൻ ഇവിടെ ഇതേ സ്റ്റൈൽ തന്നെ ചെയ്യണം, അവിടെയുള്ള ടൈൽ തന്നെ ചെയ്യണം എന്നാ വെച്ചാൽ ഡൈനിങ് ഹാൾസിലുള്ള. പിന്നെ ആലോചിച്ചു അല്ല കിച്ചണാണ്, ഞാൻ എപ്പോഴും ചെയറാവുന്ന സ്ഥലമാണ്, അപ്പൊ ഇനി തെന്നി വീഴാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഗ്ലോസി ടൈലിന് പോവാതെ ഗോ ഫോർ മാറ്റ് വേണ്ട, മാറ്റ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ഒരു വുഡൻ ഷെയ്ഡുള്ള ഇതിനോട് ചേരുന്ന ഒരു രീതിയിലുള്ള വുഡൻ ഷെയ്ഡുള്ള ടൈൽ തന്നെ എടുക്കട്ടെ. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് നല്ല ഹോംവർക്ക് ഇതിന്റെ പിറകിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹോംവർക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് പ്രൊഡക്ട്സിനെ പറ്റി അറിയാൻ പറ്റി. നല്ല ഇപ്പൊ കാരണം മാർക്കറ്റിൽ ഭയങ്കര പ്രൊഡക്ട്സ് ആണ്, സോ അതിനൊക്കെ പറ്റി അറിയാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു സത്യമായിട്ട്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ, വെറ്റാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഗ്രിപ്പോട് കൂടിയ ടൈലുകൾ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ടോയ്ലറ്റ്, അതുപോലെ കിച്ചൺ, വർക്ക് ഏരിയ, ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ അതേപോലെ ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഇവിടെയാണ് അടുപ്പ് കൊടുത്തിട്ടുള്ളത്, തൊട്ടിപ്പുറത്ത് തന്നെ വാഷ് ചെയ്യാനുള്ള ചെറിയൊരു ഫെസിലിറ്റി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൈയെത്തുന്ന ദൂരത്ത് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. അതെ, എന്റെ ഒരു പ്രിഫറൻസ് അതാണ്. പിന്നെ എല്ലാത്തിനുപരി ഓരോരുത്തരുടെ കുക്കിംഗ് സ്റ്റൈൽസ് ഡിഫറെന്റ് ആണ്. എന്റെ ഒരു കുക്കിംഗ് സ്റ്റൈൽ പോലെ ആയിരിക്കില്ല വേറൊരാളുടെ കുക്കിംഗ് സ്റ്റൈൽ. അപ്പൊ കിച്ചണിൽ വരുമ്പം
ട്രെൻഡിന് ഫോളോ ചെയ്യാതെ നമ്മുടെ നീഡ് എന്താണോ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയത്. ബിക്കോസ് ഇത് റിസോർട്ട് അല്ല, നമ്മുടെ വീടാണ്. സോ ആ ഒരു കോൺസെപ്റ്റ് ഉൾക്കൊണ്ടിട്ട് ചെയ്യണമായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ അത് ഞാൻ ഇവിടെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്സിൽ വൈറ്റ് ആയിരുന്നെ കുറച്ചും കൂടെ കാച്ചിയാണ്, അട്രാക്റ്റീവ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഇമ്പോസിബിൾ ടു മെയിൻറ്റെയിൻ ആണ്. കാരണം രാവിലത്തെ ബഹളത്തിന്റെ ആ ഇടയിൽ മഞ്ഞളും അതും ഇതും കറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ അതോട് ഇന്ത്യൻ സ്റ്റൈൽ കുക്കിങ്ങിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല തോന്നിയോണ്ട് ഐ വെന്റ് ഫോർ ബ്ലാക്ക് കൗണ്ടർ ടോപ്സ്. അത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൗണ്ടർ ടോപ്പിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാളിൽ ഒരു പ്രത്യേക ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു ടൈല് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ടൈല് യൂസ് ചെയ്യുന്നതോടെ ക്ലീനിങ് കുറച്ചും കൂടി സുഖാവും അല്ലേ? എക്സാക്ട്ലി, അത് ആ ഒരു കോൺസെപ്റ്റിൽ. അത് മെഗെയിൻ ഞാനൊരു ലൈറ്റർ അല്ലെങ്കിൽ വൈറ്റർ ഷെയ്ഡ്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് വൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള എന്റെ ദുഃഖത്തെ ഞാനാണ് ഇവിടെ ഈ വാളിൽ ഞാനത് ഒരു വൈറ്റിന്റെ ഒരു ഷെയ്ഡ് കൊണ്ടുവരാം. അതിലും വൈറ്റും ആ വുഡൻ കളറും കൂടി വരുന്ന രീതിയിലുള്ള പാറ്റേൺ ആണ്. ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് കിട്ടി, അത് എന്റെ കണ്ണിൽ പെട്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു. നമുക്ക് ഒരു വീട് നിർമ്മിക്കുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലങ്ങൾ നമ്മൾ ആ വീട്ടിൽ താമസിക്കാനുള്ളതാണ്. ഒരു ദിവസം വന്ന് നിന്ന് പോകുന്ന പോലെയല്ല. ഇവിടെ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചാണ് ഇതിന്റെ അടിയിൽ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിയില് ബിക്കോസ് ഇഫ് വാട്ടർ ഫാൾസ് ഒരിക്കലും നമ്മുടെ ഈ പ്ലൈവുഡ്സ് കേടാവത്തില്ല. ഈ ഗ്രൂവില് വെള്ളം വീണിട്ട് കറക്റ്റ് ആയിട്ട് വെള്ളം ഡ്രിപ്പ് ചെയ്ത് താഴേക്ക് വരും. സോ ദാറ്റ് പ്ലൈവുഡ്സ് ഒക്കെ സേഫ് ആയിരിക്കും. കാരണം അടുക്കളയാണ്, വെള്ളം എന്തായാലും വരും. ലൈറ്റിങ്ങിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. 4 വശങ്ങളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫൂട്ട് ലൈറ്റ് കൂടി കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ താഴെയുള്ള ക്ലീനിങ് കൂടി കുറച്ചും കൂടി സുഖമായി ഈ ഒരു കട്ടിങ് വന്നതോട് കൂടി. അതെ 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 അപ്പൊ അതൊക്കെ ഒരു യൂസ്ഫുൾ ആണ്. അതൊക്കെ പിന്നെ കുറച്ചൊരു എസ്തെറ്റിക്കലി ഒരു ഭംഗി ഉണ്ടാവും. അത് തന്നെ. അത് ഓവന്റെ സ്പേസ് അല്ലേ? അതെ അതെ. സാധാരണ നമ്മൾ താഴെയാണല്ലോ ഓവൻ കാണാറുള്ളത്. മുകളിൽ സ്പേസ് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഓവൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അത് കാരണം എന്റെ ഈ കിച്ചൺ കോമ്പാക്ട് കിച്ചൺ ആയതുകൊണ്ട് അവിടെ ഒരു ഓവൻ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ സ്പേസ് ഡെഡ് സ്പേസ് ആയിട്ട് എനിക്ക് പോകും. അപ്പൊ അത് കാരണം ഞാൻ അത് മനഃപൂർവ്വം അത് മുകളിലേക്ക് ആക്കിയത് തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴെങ്കിലും മൈക്രോവേവ് ഓവൻ ഒന്ന് റീഹീറ്റിംഗ് ഓപ്ഷൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സോ അതുകൊണ്ട് അത് ഞാൻ മുകളിലാക്കി. പ്ലഗിന്റെ ഓപ്ഷൻ ഒക്കെ ഹൈഡായി, എല്ലാം ഹൈഡായി. പിന്നെ ഹിഡൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓവന്റെ മുകളിൽ കുറെ പൊടി പിടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതേപോലെ മുകളിലുള്ള റാക്കുകളും നമുക്ക് കാണാം, നല്ല ലെങ്തി ആയിട്ടാണ്, നല്ല രീതിയിലുള്ള സ്റ്റോറേജ് വരുന്ന രീതിയിലാണ്. എക്സാക്ട്ലി, ബിക്കോസ് ഇത് കാരണം മുകളിലുള്ള സാധനം നമ്മൾ എന്നും എടുക്കാനോ കയറാനോ ഒന്നും പറ്റില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ മാക്സിമം സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ ഒരു ലോങ് ഇത് കൊടുത്തിട്ടിരിക്കണം. പഴയ ഒരു സ്റ്റോർ റൂം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഇപ്പൊ എല്ലാരും മാറിയിട്ടുണ്ട്. എക്സാക്ട്ലി, അത് തന്നെ. അപ്പൊ സ്റ്റോർ റൂമിന് പകരം ഇങ്ങനെ നമ്മള് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യല്ലോ ഇന്റീരിയേഴ്സിന്. അപ്പൊ അത് കുറച്ചുകൂടെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഇങ്ങനെ ഒരു രീതിക്ക് ഡിസൈൻ ചെയ്തത്. ഫുൾ പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചായ കുടിക്കാം. താങ്ക് യു. നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. നമ്മൾ കയറി വരുമ്പോ തന്നെ കാണുന്ന ഒരു ഏരിയ ആണ് അല്ലേ? നല്ല വിസ്താരമുള്ള ഒരു ഹാൾ സ്പേസ്. ആദ്യ പ്ലാനിലുള്ളതായിരിക്കും അല്ലേ? അതെ, ഇതൊക്കെ നമ്മൾ ആദ്യമേ പ്ലാനിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്താ വെച്ചാല് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനൊരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി സ്പേസിന് ഒരു പ്രോബ്ലം വരരുത്. നമുക്ക് എന്തായാലും ഊഞ്ഞാൽക്കട്ടിൽ എന്തായാലും ഇവിടെ വേണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. നടുമുറ്റം എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയും, നടുമുറ്റം നമ്മൾ ചെയ്തിട്ടില്ല. നടുമുറ്റത്തിന് പകരം പിന്നെ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഇങ്ങനെ ഒരു ട്രഡീഷണൽ ഹൗസ് ആണ്, നടുമുറ്റം ഡെഫിനറ്റ്ലി അതിന്റെ ഭാഗമാണ്. അപ്പൊ നടുമുറ്റം അല്ലാതെ എന്ത്? അപ്പൊ ഞാനിങ്ങനെ കുറെ ആലോചിച്ചപ്പോ ഞാൻ വെച്ചു, ഓക്കെ, എനിക്ക് എന്താ നടുമുറ്റത്തിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വെന്റിലേഷൻ, പ്രോപ്പർ വെന്റിലേഷൻ, വീട്ടിൽ ചൂട് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ്. സോ വൈ നോട്ട് നമ്മൾ അതിനെ മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ട് അവിടെ ഒരു വെന്റിലേഷൻ മെക്കാനിസംസ് കൊടുത്താലോ? സോ വാം ആയിട്ടുള്ള വീട്ടിന്റെ അകത്തുള്ള എയർ മുകളിലേക്ക് പോയിട്ട് വെന്റ് ഔട്ട് ആയിക്കോളും. നല്ല കൂൾ എയർ കുഞ്ഞു ജാലികളിൽ കൂടെ അകത്തോട്ട് വന്നോളും. അപ്പോൾ ഇവിടുത്തെ സ്പേസ് നമുക്ക് മഴയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും പറ്റും, എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിക്ക് ആക്കാനും പറ്റും.
നടുമുറ്റത്തിന്റെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് മഴവെള്ളം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പം മഴവെള്ളം കവർ ചെയ്തു, അതുപോലെ പക്ഷെ ലൈറ്റിങ് കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ പണ്ട് കാലത്തെ വീടുകളിൽ ഈ ഉള്ളിലെ ഉള്ള ചൂടുവായു പുറത്തേക്ക് പോകുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് ഇവിടെ പ്രാവർത്തികമാക്കാനും പറ്റിയിട്ടുണ്ട്. ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു ഡബിൾ ഹൈറ്റിലാണ് നമ്മളെ റൂഫ് നിൽക്കുന്നത് അല്ലെ. ഡബിൾ ഹൈറ്റിലാണ് റൂഫ്. ഫ്ലാറ്റ് റൂഫ് കോൺക്രീറ്റ് വീടാണിത് കേട്ടോ. ഇതിന്റെ മുകളിലുള്ള ഈ ഒരു പോർഷൻ ട്രസ് വർക്ക് ചെയ്തിട്ട് മുകളിൽ ഓട് വിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ ഒരു ഹാൾ സ്പേസും അതുപോലെ നേരത്തെ വന്ന ലിവിങ് ഏരിയ ഒക്കെ ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പഴയ അറക്കൂട്ട് ഡിസൈനിൽ വുഡൻ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫാൾ സീലിംഗ് ഡിസൈൻ മുകളിലും കൊടുത്തിട്ടുണ്ട്. അതെ, കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ. കാരണം എനിക്ക് വീട് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മെന്റൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈവൻ എന്ത് കളേഴ്സ് അല്ലെങ്കിൽ എന്ത് കളർ ഷെയ്ഡ്സ് ആണ് ഓരോ സ്ഥലത്ത് എന്ത് വേണം, ഈവൻ ഇന്റീരിയേഴ്സിൽ എന്ത് കളേഴ്സ്. അതുകൊണ്ട് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് വീട്ടിയുടെ ഷെയ്ഡ്. അപ്പൊ ഒറിജിനൽ വീട്ടിയുടെ ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടിൽ തടി കിട്ടിയിട്ട് ഇതുപോലെ ഇതൊന്നും നമുക്ക് ഇതാക്കാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് അതിനെ ജിപ്സത്തിൽ റീക്രിയേറ്റ് ചെയ്യാ ചെയ്തത്. അത് ആർട്ടിസ്റ്റ് നന്നായിട്ട് ചെയ്തു. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെയിന്റിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അവർ ആ ഡിസൈൻ മരത്തിന്റെ ഡിസൈൻ മാക്സിമം വീട്ടിൽ ഇൻസ്പയർഡ് ഡിസൈൻസ് കൊണ്ടുവരാൻ അവര് ഒരു 90+% അവരതിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നമ്മൾ ടൈം എടുത്താൽ പോലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. എക്സാക്ട്ലി, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. അതെ, പിന്നെ അതുമല്ല മെയിന്റനൻസും അതും വലിയ പ്രശ്നമാണ്. നമ്മൾ വുഡ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മെയിന്റനൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ കിച്ചണിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അത് കോസ്റ്റ് എഫക്റ്റീവായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ ഒരു ഹാൾ സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു പാർട്ടിക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ്. നമ്മൾ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്ന ബെഡ്റൂം പകൽ ടൈമുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഫാമിലിക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഹാൾ സ്പേസ്. ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഫാമിലി ലിവിംഗ് അവിടെ ആണെങ്കിൽ പോലും നമുക്ക് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുക ഈ ഒരു ഭാഗത്തായിരിക്കും. TV ഒക്കെ എസ്പെഷ്യലി ഇവിടെയാണ്. പിന്നെ മോനുണ്ട്, അപ്പൊ അവനൊക്കെ കൂടുതലും ഈ ഊഞ്ഞാലിലാണ് സമയം സ്പെൻഡ് ചെയ്യാം. സൂട്ടായ ഒരു പ്ലേസ് ആണ്, ഒരു ബുക്ക് ഇരുന്ന് വായിക്കാം. എക്സാക്ട്ലി, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് അല്ലേ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ എനിക്ക് രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഇങ്ങനെ തണുത്ത എയർ ഇങ്ങനെ വരും വീട്ടിന്റെ അകത്തോട്ട് ഇതിൽ കൂടെ. വന്നപ്പോ ശ്രദ്ധിച്ചു ഞാൻ, മുറ്റത്ത് ഇറങ്ങിയപ്പോ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ ആ ഒരു എയർ എപ്പോഴും നമുക്ക് രാവിലെ എണീക്കുമ്പോ ആ ഫ്രഷ് ഫീലിംഗ് നമ്മൾ എഴുന്നേക്കും. കാരണം നമ്മൾ ചിലപ്പോൾ ജനലൊക്കെ അടച്ചിട്ടായിരിക്കും കിടക്കുക, സേഫ്റ്റി കൺസേൺസ്. പക്ഷെ അത് നമുക്ക് നമ്മളെ ബാധിക്കുകയില്ല. കാരണം നമ്മൾ ഇവിടെ എയറേറ്റഡ് ആണ്. ഈ റൂംസ് ഒക്കെ തുറന്നിട്ടാലും ആ റൂംസിലൊക്കെ വെന്റിലേറ്റഡ് ആണ്. അപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് ആ ഒരു ഫ്രഷ് മൈൻഡ് കൊണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഡേ 1 മുതൽ എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനത്തെ ഒരു വീടാണ് വേണ്ടത് എന്നുള്ളത്. കാരണം നമ്മുടെ കൈൻഡ് ഓഫ് ഇതനുസരിച്ച് ബഡ്ജറ്റിൽ ഒതുങ്ങണ നമുക്ക് പറ്റുന്ന രീതിക്കുള്ള ഒരു എന്താണെങ്കിലും ഒരു നിലയുള്ള വീട് മതിയെന്ന് ആദ്യമേ ഉറപ്പിച്ചിരുന്നു. കാരണം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം ഒരുപാട് പേര് വരാനില്ല. അപ്പൊ അത് കാരണം നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനുള്ള സിംഗിൾ ഫ്ലോർ വീട്. പക്ഷെ സിംഗിൾ ഫ്ലോർ വീടാണെങ്കിലും നമുക്ക് സ്റ്റോറേജ് സ്പേസസ് മാക്സിമം ഉണ്ടാവണം, അത്ര തന്നെ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അത് ഇൻക്ലൂഡ് ചെയ്തു. കിച്ചണിൽ പറഞ്ഞ പോലെ തന്നെയാന്ന് തോന്നുന്നു ഇവിടെയും ഫ്ലോറിംഗ് വൈറ്റ് കൊണ്ടുവന്നത് ലൈറ്റിംഗ് കൂടുതൽ കിട്ടാൻ തന്നെയാണോ? എക്സാക്ട്ലി. അത് ബിക്കോസ് ഇത് ശ്രദ്ധിച്ചറിയാം, നിങ്ങൾ വീട്ടിയാണ് തേക്കിന്റെ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പ പോർഷൻ വീട്ടിയാകുമ്പോൾ ഡാർക്ക് ടോൺ വരും നമുക്ക്. അപ്പം ഡേ ലൈറ്റിൽ നമുക്കതൊരു പ്രശ്നം വരരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ അതിന് ഒരു ബേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടുവേർഡ്സ് ലൈറ്റർ ടോൺ നമ്മൾ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ക്ലാസിക് അത്തൻകൂടി ഡിസൈൻസോ അല്ലെങ്കിൽ കാവി ഫ്ലോറിങ്ങോ ഒന്നും എടുക്കാതെ വി വെന്റ് ഫോർ ആ ഒരു ഗ്ലോസി പാറ്റേണുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ടൈൽ തന്നെ എടുക്കാനുള്ള ഒരു വൺ ഓഫ് ഇമ്പോർട്ടന്റ് റീസൺ ഈ നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതുപോലെ സെന്ററിലുള്ള ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ടൈൽ തന്നെയാണല്ലോ. ടൈൽ തന്നെയാണത്. ബിക്കോസ് അതൊരു ഞാൻ പറഞ്ഞല്ലോ, നമ്മള് കൺവെൻഷണൽ രീതിയിൽ നമ്മളിവിടെ ശരിക്കും നടുമുറ്റം വരേണ്ട ഒരു സ്ഥാനത്ത് ഇവിടെ ഈ ഒരു ഫ്ലോറിംഗ് തന്നെ ആകുമ്പം
ഒരു ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താ ഒരു കൊണ്ടുവരാനുള്ള ഒരു പാറ്റേൺ. പക്ഷെ ഞാൻ നോക്കുന്നൊക്കെ എല്ലാം മാർബിളിലാണ് ഞാൻ കാണുന്നത്, ഇൻലേ ഡിസൈൻസ്. പക്ഷെ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിന് എന്ത് ചെയ്യാമെന്നുള്ള അങ്ങനെ ആലോചിച്ചിട്ട് നമ്മള് ടൈൽ വർക്കറിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയത്, സ്റ്റാർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ബിക്കോസ് അതിന് കുറച്ചൊരു സ്പിരിച്വൽ ഇൻക്ലിനേഷൻ ഉള്ള ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമ്മൾ പറയും പ്രപഞ്ചത്തിന് 10 ദിക്കുകളാണെന്ന്. സോ പ്രപഞ്ചത്തിന്റെ 10 ദിക്കുകളെ 10 സ്റ്റാർ, അത് 10 പോയിന്റ് സ്റ്റാറിൽ സൂചിപ്പിച്ചു. അത്ര തന്നെ. ഈ ഒരു സ്പേസ് കൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ അത്ര ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത് തന്നെ, അത് ആ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനാണ് ശരിക്കും ഈ വെന്റ് കൊടുക്കാനുള്ള ഉദ്ദേശം. അത് ആ ചെറിയ വെന്റുകൾ കൊടുക്കുന്ന സമയത്ത് എന്താ പറയാ, ചൂട് കാറ്റ് പുറത്തേക്കും പോകും, തണുത്ത കാറ്റ് ഉള്ളിലേക്കും വരും. അതുപോലെ തന്നെ വീടിന് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ആവുമ്പോൾ. അത് തന്നെ, കാരണം ശരിക്കും പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ട് നല്ല വീടാന്നേ തോന്നുള്ളൂ. അതെ അതെ. പക്ഷെ അകത്ത് കയറിയാൽ മാത്രമേ ആൾക്കാർക്ക്. ആക്ച്വലി നമ്മൾ ഈ വീട് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ സൂപ്പർവൈസർ അടുത്തുനിന്ന് ഫോട്ടോ വാങ്ങാറുണ്ട്. അപ്പൊ ഫോട്ടോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് 2 നിലയുള്ള വീടാണ് എന്നാണ്. പക്ഷെ പിന്നെയാണ് പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ളതാണ് എന്നുള്ളത്. അതെ അതെ, കാരണം ഇതിന്റെ ഒരു പർപ്പസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ ഈ ഹ്യൂമിഡിറ്റി കൺട്രോളിങ് എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ഇതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഇങ്ങനെ ഒരു ഹൈറ്റിൽ പൊക്കാനുണ്ടായ ഒരു കാരണം. പിന്നെ ഓണൊക്കെ എവിടെത്തി? നടന്നുകൊണ്ട് നിൽക്കണു. കാരണം നമ്മളെ ആദ്യത്തെ വീട്ടിലെ ആദ്യത്തെ വീട്ടിലെ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ഇപ്പൊ എത്രയായി ശരിക്കും താമസിച്ചിട്ട്? ഇപ്പൊ ജസ്റ്റ് ഒരു 1 മന്ത് അത്ര ആയിട്ടുള്ളൂ. അപ്പൊ പുത്തനോണാണ് വീടിന്റെ അല്ലേ? തന്നെ, വീടിന്റെ പുത്തനോണാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണാണ്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എണീരിക്കാം. നമ്മള് ഈ ഒരു ഡൈനിങ് ടേബിളും എനിക്ക് തോന്നുന്നു നമ്മളൊരു ട്രഡീഷണലിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അതെ 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 അതെ. വുഡൻ ചെയേഴ്സും ഒരു ബെഞ്ചും ആണ് കൊടുത്തിട്ടുള്ളത്. അതെ അതെ. പണ്ടത്തെ വീടുകളില് പണ്ട് ചെയേഴ്സ് അല്ലായിരുന്നു, ബെഞ്ചായിരുന്നു. എന്റെയൊക്കെ തറവാടുകൾ അങ്ങനെയായിരുന്നു, തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ആ രീതിയിലുള്ള തന്നെ ഇവിടെ സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള വലിപ്പവും. നമ്മള് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്ത ടൈൽ തന്നെയാണോ ഈ ടോപ്പായിട്ട് കൊടുത്തത്? അത് ആക്സിഡന്റ് അങ്ങനെ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ്. ഞാൻ പക്ഷെ ശരിക്കും വിചാരിച്ചത് അതേ ടൈൽ തന്നെയാണ്. ചിലർ അങ്ങനെ ചൂസ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ആക്ച്വലി ഇതിന്റെ ഫർണിച്ചേഴ്സ് മുഴുവൻ എന്റെ അച്ഛൻ കൊടുത്തയച്ചതാണ്. പക്ഷെ അത് അങ്ങനെ വന്നു എന്ന്. അതിനൊരു കോഴിക്കോടൻ കണക്ഷൻ ഉണ്ടല്ലേ? അച്ഛനും അമ്മയൊക്കെ നമ്മുടെ മേഡത്തിന്റെ നാട് കോഴിക്കോടാണ്. അപ്പൊ നമ്മള് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ കുറച്ച് അപ്പുറത്തായിട്ടെത്തും. അപ്പൊ ഈ ഒരു ഏരിയ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് മാറ്റിയതാണ് അല്ലെ? അതൊരു കട്ട്ലറി, ശരിക്കും പറഞ്ഞൊരു പ്രോപ്പർ കട്ട്ലറി യൂണിറ്റ് അല്ല, എന്നാ ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഈ ഒരു ഭാഗത്ത് എന്താ നമ്മൾ ടിവിക്കുള്ള സ്പേസ് വല്ലതും ആണോ? അല്ല അല്ല, ഇതെന്ന് വെച്ചാല് ഇതിന്റെ അകത്ത് ഹിഡൻ ആയിട്ട് ഒരു മൊബൈൽ ചാർജിങ് വെന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് പുഷ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് പൊന്തിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ മൾട്ടിപ്പിൾ പിൻ പോയിന്റ്സ് കൊടുത്തിട്ട് ഹിഡൻ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ വീടുകളിലും വരുന്നൊരു പ്രശ്നമാണ് ഈ ചാർജിങ് യൂണിറ്റ് പുറത്തേക്കാണ്. കുറെ വയേഴ്സ് ഉണ്ട്, ഐപാഡ്സ് ഉണ്ട്, അവരുടെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ ഡിവൈസിനെയും ചാർജ് ചെയ്യേണ്ടതുകൊണ്ട് എല്ലാ ദിവസവും ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാം. അപ്പൊ അവിടെ വലിയ മെസ് ഫ്രീ ആയിട്ട് വയേഴ്സ് ഒക്കെ ഉള്ളിലായിട്ട് പോവുകയും ചെയ്യും, എല്ലാവർക്കും ചാർജ് ചെയ്യേണ്ടവർക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം. വളരെ സ്യൂട്ടായിട്ടുള്ള ഒരു, നമ്മള് എപ്പോഴും ഇരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ അവിടെ ഹൈഡായി കിടക്കും ചെയ്യും. കാരണം പെട്ടെന്ന് ആൾക്കാർ കയറി വന്നാലും മുഴുവൻ വയറായിരിക്കും. അല്ലെങ്കിൽ ഒരു വേണമെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതെന്താ മെറ്റീരിയൽ വരുന്നത്? ഇതെല്ലാം തന്നെ പ്ലൈവുഡ് ആണ്, മറൈൻ പ്ലൈവുഡ്. ഹോൾ വീട്ടില് നമ്മൾ മറൈൻ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആകെ WPC ബാക്ക് പാനലിംഗ് വന്നിട്ടുണ്ട്, ടെർമൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 910 ഗ്രേഡ് ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാമിനേറ്റ് ഷീറ്റ്സ്. ഇതിന് കിച്ചണിന് വ്യത്യാസമായിട്ട് നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ ഒരു ഷോ ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ലാമിനേറ്റ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഹാൻഡിൽ ഇല്ല, തുറക്കുന്ന ടൈപ്പാണ്. ഹാൻഡിൽ വരുമ്പോ ആൾക്കാരെ നമ്മൾ നടന്നു പോകുമ്പോ മേത്തിടിക്കുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് കരുതിയിട്ടാണ്. ഇവിടെ ഒരു ചെറിയ ആളുണ്ട്, ആളിപ്പോ ഇവിടെ സ്ഥലത്തില്ലാന്നേ ഉള്ളൂ. അതെ അതെ, കുറെ കാര്യങ്ങള് അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ സാധനം. ബിക്കോസ് ഇത് ശരിക്കും താഴെ വയ്ക്കേണ്ട ഒരു സാധനമാണ് ഇത്, ഒരു ടെററിയം.
പക്ഷെ നമ്മള് അതിനെ ഇവനെ വിചാരിച്ചിട്ടാണ് ഇതിനെ മുകളിലേക്കാക്കി. അപ്പൊ നമ്മള് വീട് പ്ലാൻ ചെയ്യുമ്പോ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് പോകണം. അങ്ങനെ പോകണം. ബിക്കോസ് ഇതിനൊക്കെ സ്പേസ്, അതിന് അങ്ങനത്തെ ഡെഡിക്കേറ്റഡ് സ്പേസും ലൈറ്റിങ്ങും എല്ലാം കൊടുത്താലേ നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ലൈറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ച്, നമ്മൾ നേരത്തെ കിച്ചൺ കണ്ടു. എല്ലാ വീടുകളിലും ഇപ്പോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓപ്പൺ കിച്ചൺ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ സാധാ പഴയ വീടുകളിലുള്ള പോലെ ഈ ട്രഡീഷണൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെയാണോ അങ്ങനെ? അത് ഒരു ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗം പേഴ്സണലി എനിക്ക് കോൺടെമ്പററി കിച്ചൺസ്, അത് ഓപ്പൺ സ്പേസ് കിച്ചൺസ് ഒക്കെ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. കാരണം നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന മണം എല്ലാ വീട്ടിലും മുഴുവൻ, ഈവൻ ചിമ്മിണി ഉണ്ട് എന്ന് പറഞ്ഞാലും ഫുൾ അങ്ങ് സ്പ്രെഡ് ആവും. അപ്പൊ ആ ഒരു മണം നമ്മുടെ വീട്ടിൽ നിന്ന് പോവാൻ തന്നെ പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ആവും. എക്സാക്ട്ലി. അപ്പൊ മറ്റേ കിച്ചൺ ഒരു അല്ലാത്തൊരു സ്പേസ് ആകുമ്പോൾ ഡോർ ഉണ്ടെങ്കിൽ അതിന് ഓക്കെ, അങ്ങനെ ആ മണം എല്ലാം കൂടെ വീട്ടിന്റെ അകത്തേക്ക് വരില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ സെറ്റപ്പാണ്, അത് അതിനോട് യോജിച്ച് അങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതി. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വീടിന്റെ എല്ലാ ഏരിയയിലേക്കും കണ്ണെത്താൻ പറ്റും അല്ലെ. ആ രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ഹാള്. നമ്മള് എല്ലാ ബെഡ്റൂമുകളിലേക്കും, അതുപോലെ ഇവിടെ വേറൊരു സ്പെഷ്യൽ റൂം ഒക്കെ ഉണ്ട്, നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ ഈ കിച്ചണിന്റെയും ഡൈനിങ് ഏരിയയുടെയും ഇടയിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അവിടെയും ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ടല്ലേ, നമുക്ക് അവിടെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ശരിക്കും ഇനീഷ്യലി ഇതിന്റെ വാള് കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആയിരുന്നു ഇനീഷ്യൽ പ്ലാനില്. പിന്നെ നമ്മളത് ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്തപ്പോ ഞാൻ കരുതി അങ്ങനെ വേണ്ട. കാരണം എനിക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് ബുക്സ് സ്റ്റോർ ചെയ്യാൻ ഒരു പ്രോപ്പർ സ്റ്റോറേജ് ഏരിയ വേണം. സോ അതുകൊണ്ട് ഞാൻ കരുതി ഓക്കെ, വാട്ട് ഇഫ് ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെ കൊടുത്താലോ. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കി ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ മുകളിലെ ഭാഗം ഗ്ലാസ് കൊടുത്തിട്ടും താഴെ കവേർഡ് ആയിട്ടുള്ള രീതിയിലുമാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ നമ്മുടെ വാഷ് ഏരിയയും ഡൈനിങ് ഏരിയയും നമ്മളൊരു സെപ്പറേഷൻ ആവുകയും ചെയ്തു. ഈ ബുക്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് ആക്കാനും പറ്റിയിട്ടുണ്ട്. മോന്റെ ടോയ്സ് അങ്ങനത്തെ ഇപ്പൊ ഈ സൈഡിന്റെ താഴത്തെ ഏരിയ അവന് ടോയ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് ചോദിക്കുന്നത്, അവന്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സെക്ഷനും കൂടെ അവിടെ കൊടുത്തു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 നില വീടല്ല, അപ്പൊ 1 നില വീടാവുമ്പം ഈ സ്റ്റോറേജ് ഒരു പരിമിതിയായിട്ട് വരരുത് എന്നുള്ള മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഐ ഓപ്റ്റ് ഫോർ ദാറ്റ്. നമ്മളെ ഒരു പേഴ്സണൽ ആയിട്ട് വരുന്ന രീതിയിൽ അല്ലെ ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാള് ടൈല് വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്താണോ? പിന്നെ ഇത് സിംബോളോന്റെ ഒരു ഡിസൈനർ ടൈൽസ് ആണ്. ടൈൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഡിസൈനർ സീരീസിലുള്ള ടൈൽസ് ആണ്. അതിനിങ്ങനെ ബോർഡറിലൊക്കെ വരുന്ന കുറെ കൈൻഡ് ഓഫ് ടൈൽസ് ഉണ്ട് സിംബോളോന്. അപ്പൊ ഞാൻ സിംബോളോന്റെ സ്റ്റുഡിയോയില് കണ്ട്, എറണാകുളത്ത് സ്റ്റുഡിയോ ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് കണ്ട് അത് ഓർഡർ ചെയ്യിപ്പിച്ചു വരുത്തി. പക്ഷെ അതിന് നല്ല വെയിറ്റിംഗ് പീരീഡ് വന്നു. എനിക്ക് ഓൾമോസ്റ്റ് 1 month വെയിറ്റിംഗ് പീരീഡ് വന്നു ഈ സാധനം വരാൻ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്താ? ഇതാണ് ഫുൾ ബോഡി ടൈലാണ്. അതും സിംബോളോന്റെ ആണ്. ടൈലാണോ? ടിമ്പർ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിവുഡ് അല്ല, മൾട്ടിവുഡ് അല്ല. ഇത് ഒരു ടൈല്, പ്രോപ്പർ ഫുൾ ബോഡി ടൈൽ. നമ്മൾ കിച്ചണിനൊക്കെ കൗണ്ടർ ടോപ്പിന് ഇടുന്ന ടൈലാണ്. അതിന് കാരണം വെള്ളം വരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് ഞാൻ പെർപ്പസ്ഫുള്ളി തന്നെ പ്ലൈവുഡ്സ് അവോയ്ഡ് ചെയ്തതാണ്. നമ്മൾ സാധാരണ ഓപ്റ്റ് ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ വൈറ്റ്, നാനോ വൈറ്റിന്റെ ടോപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതേ തന്നെ നമ്മൾ സ്റ്റോറേജ് ഉണ്ടാക്കുന്ന മൾട്ടിവുഡ് കൊണ്ട് തന്നെ എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. അപ്പൊ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുന്ന രീതിയിൽ മൾട്ടിവുഡ് ആണെങ്കിൽ മെയിൻ്റനൻസ് കൂടും, വെള്ളം എപ്പോഴും ആവുന്നുള്ളതുകൊണ്ട് ഗ്രാനൈറ്റ് ആണെങ്കിലും ഇതിനേക്കാളും എമൗണ്ട് വരികയാണ് ചെയ്യാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു സാധനമാണ് ഇവിടെ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. താഴെയുള്ളത് നമ്മളെ മൾട്ടിവുഡ് തന്നെ. WPC ആണ് ഇവിടെ യൂസ് ചെയ്തത്. കാരണം അവര് വെള്ളം വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മള് WPC യൂസ് ചെയ്തു. കാരണം നമ്മളെപ്പോഴും മുഖം കഴുകിയൊക്കെ ഓടിപ്പോയി വെള്ളം ഉണ്ടാവും. അപ്പൊ വെള്ളം വരുന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടെ മാത്രം WPC യൂസ് ചെയ്തു. അതും ആ വുഡനും വൈറ്റ് കോമ്പിനേഷൻ തന്നെ കൊടുത്തു. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. എക്സാക്ട്ലി. കാരണം പിന്നെ ഒരു റീവർക്ക് അത് ഒക്കെ വരുന്ന സമയത്തേക്ക് നമ്മൾ അത്യാവശ്യം നമ്മൾ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും വീട് ഉണ്ടാക്കണം. പിന്നെ റീവർക്ക് അതൊക്കെ വരുമ്പോ ഭയങ്കര കഷ്ടപ്പാടാ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. റീവർക്കിനാണ് ഏറ്റവും കോസ്റ്റ് വരിക. സോ അത് മാക്സിമം ഒഴിവാക്കണം എന്നുള്ള എനിക്കൊരു ഒരു നിർബന്ധം ഉണ്ടെന്ന് പറയില്ലേ, അങ്ങനെ ഒരു അതിനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങൾ ഡെഫിനറ്റ്ലി വരും, അത് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ചേളാരി ബിൽഡിംഗ് ഡിസൈനേഴ്സ് ആണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 1-2 സ്ഥലങ്ങളിൽ ഇതേപോലെ ഇന്റർലോക്ക് ബ്രിക്സ് അതുപോലെ നിലനിർത്തിയിട്ട് ടെറാക്കോട്ട പെയിന്റ് ചെയ്ത് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഡിഫറെന്റ് ആയ രീതിയിൽ ആ വാള് മാറ്റിയിട്ടുണ്ട് അല്ലേ? ആക്ച്വലി അതാണ് ആൾക്കാരെ ഞാൻ ഈ ബിൽഡിംഗ് ഡിസൈനിലേക്ക് വരാനുള്ള കാരണം വീടുണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഞാൻ കോഴിക്കോടാണ് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ. അപ്പൊ ആ ചെങ്കല്ല് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടുണ്ടാക്കുക. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല. ഇവിടെ ചെങ്കല്ല് കിട്ടാനുള്ള പ്രയാസം, കിട്ടുന്ന ചെങ്കല്ല് അവിടുത്തെ അത്ര ക്വാളിറ്റി ഇല്ല, ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ കോൺക്രീറ്റ് ബ്രിക്സ് ഉള്ളു. അപ്പം പിന്നെ മഡ് ബ്രിക്സ് ഉണ്ട്. പക്ഷെ ബട്ട് ഞാൻ ബിൽഡിംഗ് ഡിസൈൻസ് ഓപ്റ്റ് ചെയ്യാൻ കാരണം ഇന്റർലോക്ക് ബ്രിക്സിൽ അവർ ഓൾമോസ്റ്റ് ഒരു 10 years പ്ലസ് ആയിട്ട് അതിൽ വീട് പണിയുണ്ട്. അവർ അതിൽ കോൺഫിഡന്റ് ആണ്. ആ ഒരു കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷനിൽ അതിൽ അവർക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് മാൻ ഉണ്ട്. അപ്പം ചൂട് കുറയ്ക്കാനുള്ള ഓപ്ഷൻ എന്നുള്ളതിൽ ഞാൻ ഇന്റർലോക്ക് ബ്രിക്കിലേക്ക് അങ്ങനെ വന്നു. അങ്ങനെയാണ് ഞാൻ ബിൽഡിംഗ് ഡിസൈനിൽ എത്തുന്നതാണ്. അപ്പം ആൾക്കാർ ചോദിക്കുന്നത് എന്താ വെച്ചിട്ടാ വീടുണ്ടാക്കിയ. സോ ആൾക്കാർ ചോദിക്കുന്ന മാത്രമല്ല, ബട്ട് സ്റ്റിൽ ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു എസ്തെറ്റിക്കലിയും നല്ലതാണ് എന്ന് കരുതിയിട്ടാണ് അതിനെ അങ്ങനെ ലീവ് ചെയ്തിട്ട് അങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തത്. ഇവിടെ വാള് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിംഗ് അല്ലേ ചെയ്തിട്ടുള്ളത്? ഇല്ല, പ്രോപ്പർ പ്ലാസ്റ്ററിംഗ് തന്നെ ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്ററിംഗ് ഞാൻ ജിപ്സം പ്ലാസ്റ്ററിംഗ് ശരിക്കും വേണം ജിപ്സം പ്ലാസ്റ്ററിംഗ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു സേഫ്റ്റി കൺസേൺസ് വെച്ചിട്ട് ഞാൻ അതൊന്ന് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഞാൻ നോർമൽ പ്ലാസ്റ്ററിംഗ് തന്നെയാണ് ചെയ്തത്. മൊത്തത്തിൽ 1890 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആകെ എത്ര റൂമുകളാണുള്ളത്? 4 റൂമാണ് ഉള്ളത്. അതിൽ ഒന്ന് ഹോം ഓഫീസും ഒന്ന് മെഡിറ്റേഷൻ റൂം, പിന്നെ 2 ബെഡ്റൂംസും ആണ് ഉള്ളത്. അപ്പൊ ഇതില് നമ്മള് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്നതാണല്ലേ? അതെ, അതാണ് മാസ്റ്റർ ബെഡ്റൂം. കാരണം കന്നിമൂല അവിടെയാണ്. മാസ്റ്റർ ബെഡ്റൂമിന് അവിടെ കൊടുത്തു. നമുക്ക് ബെഡ്റൂമിലേക്ക് വൈറ്റും വുഡും കളർ കോമ്പിനേഷൻ അല്ലേ? വൈറ്റ് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് മറ്റതിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെ കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ബെഡ്റൂം ആയതുകൊണ്ട് എനിക്കും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനും ഒരു മിനിമലിസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളോ വന്നിട്ട് ക്രൗഡഡ് ആവരുത് എന്നൊരു നിർബന്ധമുണ്ട്. പിന്നെ കഴിയുന്നതും പൊടി പിടിക്കാതിരിക്കാനും നമ്മൾ ഉറങ്ങുന്ന വേറെ ബോക്സുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബോക്സും അങ്ങനെ സ്റ്റോറേജും ഒക്കെ വരുമ്പോഴേക്ക് പിന്നെ അങ്ങ് അതൊക്കെ പൊടി പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മള് മിനിമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു കർട്ടനും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 വശങ്ങളിലായിട്ട് ക്രോസ് വെന്റിലേഷൻ ഉറപ്പാക്കുന്ന രീതിയിൽ 3 പൊള്ളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീടിന്റെ ചുറ്റുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, കുറച്ച് മരങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞുള്ള ഒരു സ്ഥലമാണ്. പേഴ്സണലൈസ്ഡ് ആയ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്തിടാം എപ്പോഴും എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലേസും കൂടിയാണ്. നമ്മൾ നേരത്തെ ഡൈനിങ് ഏരിയയിൽ കണ്ടിട്ടുള്ള അതേ മെറ്റീരിയൽ മെറ്റീരിയൽ ഇവിടെ ഹോൾ ഹൗസിൽ മറൈൻ പ്ലൈവുഡ് തന്നെയാണ് യൂസ് ചെയ്തത്. WPCന്റെ ബാക്ക് പാനൽസ് യൂസ് ചെയ്ത് ടെർമൈറ്റിനെ ഇതാക്കാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന പ്രേക്ഷകരോട് ഒരു അഭിപ്രായം പറയാം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ മേഡം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ വീട്ടില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആവാൻ എന്തൊക്കെയാ പ്രധാന ഘടകങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഒരു ട്രഡീഷണൽ വീട് ആയതുകൊണ്ട് തന്നെ വുഡ് എലിമെന്റ് ഭയങ്കര കൂടുതൽ നിൽക്കുന്നതായിരിക്കും എന്തായാലും. അപ്പൊ ഞാൻ വുഡ് വരുന്നിടത്തൊക്കെ വുഡിനെ മിമിക് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ വുഡിന് മിമിക് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതേ സമയം എനിക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത് ഡ്യൂറബിളും ആവണം. അതുകൊണ്ട് ജാളികളിൽ വന്നപ്പോൾ ഞാൻ ഫെറോസിമെന്റ് ജാളികൾ ഉപയോഗിച്ചു, വുഡ് പെയിന്റ്സ് കൊടുത്തു. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ആഡ് ഓൺ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ അതൊക്കെ മൾട്ടി വുഡിൽ ഉള്ള ജസ്റ്റ് ഇങ്ങനെ റിപ്പേഴ്സ് കൊടുത്ത് അതിന് ഇങ്ങനെ PU പെയിന്റ് അടിച്ച് ഇങ്ങനെ കൊടുത്തു. ടൈലല്ലേ? യെസ്, അഗെയിൻ ഇതാണ് ചെങ്കല്ലിലേക്ക് വരുമ്പം ഭയങ്കര കോസ്റ്റ് വരും. പക്ഷെ ചെങ്കല്ല് ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പം ഇപ്പൊ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ഞാൻ ഇതൊരു ടൈലാണ്. ജസ്റ്റ് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു 40 rupees മാത്രം വരുന്ന ഒരു ടൈലാണ് ഇത്. ലാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ടൈലാണ്. ബട്ട് അതാവുമ്പോൾ ചേറും പിടിക്കില്ല, എന്നാൽ ആ എസ്തെറ്റിക് അത് കിട്ടുകയും ചെയ്യും. കാരണം വൈറ്റ് തീം ആയതുകൊണ്ട് എന്റെ മെയിൻ കൺസേൺ ആയിരുന്നു ചളി പിടിക്കും എന്നുള്ളത്. അപ്പൊ എല്ലാ വീട് അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ കൂടിയാണ് ഇങ്ങനത്തെ നമ്മൾ തൊട്ടു പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ചും കൂടി റിച്ച്നെസ് കൊണ്ടുവരുന്നതിന് ഈ ഒരു ഹാളില് ഡൈനിങ് ഏരിയയില് ടിവിന്റെ തൊട്ടുപുറത്തൊക്കെ ആയിട്ട് ഇതേ തന്നെ സെയിം സാധനം റൺ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടൈൽ വൈസ് കോസ്റ്റ് എഫക്റ്റീവ്നെസിന്റെ കാര്യം ചോദിച്ചതുകൊണ്ട് പറയാണ്, ടൈല് ഞാൻ
മെയിൻ ഏരിയയിൽ മാത്രമേ ഈ 6x4 ടൈൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് കമ്മിങ് ടു ബെഡ്റൂംസ് ഞാൻ നേരെ 4x2 ടൈലിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അത് എന്താ പറയാ, ടൈലിന്റെ പ്രൈസിങ് കുറയ്ക്കും, പിന്നെ ലേയിങ് ചാർജസിലും ഡിഫറൻസ് ഉണ്ട്. സോ പിന്നെ അത് അങ്ങനെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് പക്ഷെ നല്ല സ്യൂട്ടായ രീതിയിലുള്ള ടൈൽ തന്നെ കിട്ടിയല്ലേ? ആ, yes. വ്യത്യാസം മനസ്സിലാവുന്നില്ല, അതെ. സൈസിൽ മാത്രമേ ഒരു ഇത് തോന്നുള്ളൂ. മാസ്റ്റർ ബെഡിനോട് ചേർന്ന് വരുന്ന ഈ ഒരു റൂം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ റൂം ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാം. സെന്റർ പോർഷനിൽ വരുന്ന ഒരു റൂമാണ്. സെന്ററിൽ കൂടെ വരുന്നൊരു ഇതാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റർ ഭാഗം ഓസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാവണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ മെഡിറ്റേഷൻ റൂം ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മള് സെന്റർ തന്നെ ഒരു 3 പൊളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ലൈറ്റ് വരുന്നുണ്ട് അല്ലെ? നല്ല സൺലൈറ്റ്, നമ്മള് പടിഞ്ഞാറിനുള്ള വെയിൽ വരും. ഇവിടെ നല്ല അത്യാവശ്യം നല്ല വെയിൽ ഉണ്ടാവും. പിന്നെ ഞാൻ രാവിലെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, അപ്പൊ ഇവിടെ അത്ര ഹീറ്റും ഉണ്ടാവില്ല ആ സമയത്ത്. പിന്നെ ഇത് ഞാൻ പ്രെയർ ചെയ്യുന്ന റൂമാണ്. നല്ല ഫാലൻ സിമ്പിൾ ആണ്, ഫാലൻ എന്നാണ് ഇതിന് പറയാ. ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആണ്. അതുകൊണ്ട് ഇതാ ഞങ്ങള് ഞാൻ വീട് ഉണ്ടാക്കിയപ്പോ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് എന്താ പറയാ, ഒരു ഡെഡിക്കേറ്റഡ് ഏരിയ എനിക്ക് പ്രെയർ ആൻഡ് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഉണ്ടാവണം. അത് നമ്മള് വീടുണ്ടാക്കുമ്പോ പ്ലാനിങ് തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് പൂജാമുറിയാണ് ഓപ്ഷൻ ആയിട്ട് വരിക. അപ്പൊ ഞാനിവിടെ അതിന് ഒരു കുറച്ചൊരു ഡെഡിക്കേറ്റഡ് ഏരിയ തന്നെ ആയിട്ട് ചെയ്തതാണ്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു മിനിമൽ സ്റ്റോറേജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ സ്റ്റഡി റൂമോ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് റൂം ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. അപ്പൊ അവിടേക്ക് പാസ് ചെയ്യുന്നതിന്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർലോക്ക് ബ്രിക്സ് എക്സ്പോസ് ചെയ്തൊരു വാൾ പോർഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രത്യേകം പറഞ്ഞു നിർമ്മിച്ചിട്ടുള്ള ഒരു ഡിസൈന് കൂടി അവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. മാസ്റ്റർ ബെഡ്റൂം, പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള കോൺസെപ്റ്റില് ഒരു ബെഡ്റൂം കൊടുത്തു. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് ഏരിയ അദ്ദേഹം കൊടുക്കാത്തോണ്ട് ഇവിടെ ഞങ്ങൾ മാക്സിമം രണ്ട് വാളിലായിട്ട് ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പോർഷനിലും സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മള് ഞാൻ പറഞ്ഞു, എനിക്ക് നിർബന്ധമായിട്ട് ചെയ്യിപ്പിച്ച സംഭവം ഇങ്ങനെ ഒരു യൂസ്ഡ് ക്ലോത്ത്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ വിത്ത് വെന്റിലേഷൻ, ഇങ്ങനെ ഒരു വെന്റിലേഷൻ ഉള്ള യൂസ്ഡ് ക്ലോത്ത്സ് ചെയ്യാനുള്ള ഒരു ഡിസൈൻ എലമെന്റും ആവും ചെയ്തു അല്ലേ? ആയി. പിന്നെ എനിക്ക് യൂസ്ഡ് ക്ലോത്ത്സ് നമ്മളിപ്പോ ഒന്ന് വേർപ്പാറാൻ വേണ്ടി ഇടാൻ എവിടെയെങ്കിലും ഒക്കെ തൂക്കാതെ ഇങ്ങനെ ഇതിലാവുമ്പം അവിടെ ഒരു നിന്നോളുമല്ലോ. പുതിയ വീടുകളൊക്കെ നിർമ്മിക്കാൻ പോകുന്നവർക്ക് ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് എല്ലാ ബെഡ്റൂമുകളും വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയ രീതിയിലുള്ള കർട്ടൈൻസും എല്ലാം നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ അത്ര അങ്ങനെ TV കണ്ടേ ഇരിക്കാറില്ല മകനാണെങ്കിൽ പോലും. ഹാബിറ്റ് കുറെ കുറവാണ്, TV വ്യൂയിങ് ഭയങ്കര ഇതല്ല, എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് കാണുമെന്നല്ലാതെ. താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് പിന്നെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ? 2 ബെഡ്റൂം ഉള്ളത്, രണ്ടും അറ്റാച്ച്ഡ് ആണ്. തൊട്ടുപുറത്തായിട്ട് നമ്മുടെ ഹാളിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തുള്ളത് ആദ്യം പ്ലാൻ പ്രകാരം ബെഡ്റൂം ആയിരുന്നോ? അല്ല, നമ്മൾ ഹോം ഓഫീസ് ആയിട്ട് തന്നെ ചെയ്തായിരുന്നു. പിന്നെ കാരണം എനിക്ക് പുറത്തുനിന്ന് ഇതേപോലൊരു ആക്സസ് കൊടുക്കണം എന്നുള്ള ഫ്രണ്ട് ഡോർ അല്ലാതെ ഞാൻ എന്റെ പ്രൊഫഷണലി ഡോക്ടർ ആയതുകൊണ്ട് വേറൊരു ആക്സസ്, അഡീഷണൽ ആക്സസ് കൊടുക്കണം ആ റൂമിന് എന്നുള്ളതുകൊണ്ട് ആ സെക്ഷൻ അതിന് വേണ്ടിട്ട് തന്നെ തുടക്കത്തിലേ അങ്ങനെ തന്നെയായിരുന്നു വെച്ചത്. പിന്നെ അതിന് ഇതേപോലെ ഒരു ബാത്റൂം ആക്സസ് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കയറി നോക്കാം. നമ്മുടെ മറ്റു ബെഡ്റൂമുകളെ പോലെ തന്നെയുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ? അതെ. ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പുറമേ നിന്ന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റോഡിനോട് ചേർന്ന് വരുന്ന ഈ ഒരു വശത്തായിട്ടില്ല. അതെ, കാരണം അതെന്താ വെച്ചാല് എനിക്ക് കൺസൾട്ടേഷൻ, ഞാൻ പ്രൊഫഷണലി ഡോക്ടറാണ്, അപ്പൊ കൺസൾട്ടേഷൻ ഉള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഹോം ഓഫീസ് ആയിട്ടും ഭാവിയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ഹോം ഓഫീസ് എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ ഫ്രണ്ട് ഡോർ കൂടെ വരണ്ട, സൈഡിൽ നിന്ന് വേറൊരു ആക്സസ്, പുറത്തുനിന്ന് ആക്സസ് കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തു തന്നെയാണ്. അതേപോലെ കോമൺ ടോയ്ലറ്റിന് ഈ റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയിട്ട് ചെയ്തതാണ്. കാരണം നമ്മൾ എന്തായാലും ഒരു കോമൺ ടോയ്ലറ്റ് അവിടെ കൊടുത്തു, അപ്പൊ പിന്നെ ഇതിന് വേറൊരു ടോയ്ലറ്റ് ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ എഗെയിൻ സ്പേസ് കൂടുകയാണ്, 2 കോസ്റ്റ് വരികയാണ്.
അപ്പൊ അതിന് ഇങ്ങനെ ഒരു ഡോർ വെച്ചിട്ട് അത് മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് ഹോം ഓഫീസ് ആയിട്ട് യൂസ് ചെയ്യാനും അതുപോലെ മോന് ചെറുതാണ്, അപ്പൊ അവന് പഠിക്കാനുള്ള ഒരു സ്പേസും കൂടെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡെസ്ക് മാത്രം പ്രൊവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചില്ല, അതിന് പകരം അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഉപയോഗിച്ചു പോയത്. ഈ ഒരു ഭാഗത്തും അതുപോലെ ഈ ഒരു വാളിലും ചെറിയ സ്റ്റോറേജ് ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ്സ് ചെയ്തു. കാരണം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതില് തന്നെ വരുമ്പോ ഭയങ്കര എമൗണ്ട് വരും, അതുകൊണ്ട്. അപ്പോ ഓണം ആണല്ലോ അല്ലെ? അതെ. എന്തൊക്കെ സ്പെഷ്യൽ ഇല്ലേ? ഇന്ന് പായസം ഉണ്ട്, അടപ്രഥമനും ഉണ്ട്, ശർക്കര പായസം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ സദ്യ ഒന്ന് പിടിക്കാൻ. അപ്പൊ നമ്മള് സാധാരണ ലിവിംഗ് റൂമിൽ നിന്നാണ് തുടങ്ങാറുള്ളത്. ഇപ്രാവശ്യം നമ്മള് ചായ ഉണ്ടാക്കാൻ പോയതുകൊണ്ട് വേറെ കിച്ചൺ. ഞാൻ ആദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചു, നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ ഈ ഹാളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പഴയ ട്രഡീഷണൽ ലുക്ക് വീടിന് കൊണ്ടുവന്നതിൽ ഒരു പ്രധാന ഘടകം തന്നെ പറയാൻ പറ്റും. എന്താ ഈ ഒരു ഡിസൈനിന്റെ ഒരു പിന്നിലുള്ളത്? ആള് പറഞ്ഞ തന്നെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഞാൻ കുറെ അന്വേഷിച്ചു ഈ പാർട്ടീഷൻ വാൾസ് നോക്കാം, പക്ഷെ എനിക്കൊന്നും എന്റെ മനസ്സിലിണങ്ങി ഒന്നും കിട്ടണില്ല. അങ്ങനെ കുറെ അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ പഴയ ഈ പാലസ് ഇൻസ്പയർഡ് ഡിസൈൻസ് ഒക്കെ നോക്കി. അപ്പൊ ഞാൻ പത്മനാഭപുരം പാലസിന്റെ ജാളിയിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടു. അപ്പൊ അത് ഞാൻ ഇതുപോലെ, അപ്പൊ എന്റെ രീതിക്ക് ഇവിടുത്തെ ഒരു സ്പേസിന് വേണ്ടിയിട്ട് ഞാനത് എന്താ പറയാ ഇങ്ങനെ വരച്ച് ഒരു റഫ് പോലൊക്കെ വരച്ച് പിന്നെ അത് ചെയ്തെടുക്കുക. അതും ചെയ്യുന്നത് മൾട്ടിവുഡിലാണ്. പിന്നെ ഒരു വുഡ് എലിമെന്റ് തോന്നാൻ വേണ്ടി അതേ ലാമിനേഷൻ തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത് ആ വീടിനൊരു കുറച്ചുകൂടെ ഒരു ആ ഒരു പ്രോപ്പർ ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഇത് ജാളി ഡിസൈൻ തന്നെ അത്തരത്തിലുള്ള ഒന്നാണ് നമ്മൾ ട്രഡീഷണൽ. ഇത് പക്ക ഒരു ട്രഡീഷണൽ ഫീൽ വരുന്നത്. മറ്റേ സാധാരണ ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു സ്റ്റോറേജ് യൂണിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പ് പീസുകൾ വെക്കാനുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് വരാറുള്ളത്. അതെ അതെ അതെ. അപ്പൊ ഇത് ഇവിടെ അതിന് പകരം ആ ഒരു ഇൻസ്പയർഡ് പീസായിട്ട് തന്നെ ആ റോയൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ആ എലഗന്റ് ഓൺ റോയൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. താഴെ പോർഷനിൽ ചെറിയൊരു സ്റ്റോറേജ് അപ്പുറത്തെ സൈഡിൽ വരുന്നില്ലല്ലോ അല്ലെ? അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ചെറിയ സ്റ്റോറേജ് ഇവിടെ കൊടുത്തു. കാരണം ഞാൻ എന്താ വെച്ചാൽ ഇവിടെ കുറെ ഷോ പീസ്, ഡെക്കറേറ്റീവ് ഷോ പീസിനെ അവോയ്ഡ് ചെയ്യാൻ, കാരണം ഈ പൊടി പിടിക്കണ ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ, അതേ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മള് സാധാരണ ആദ്യം കാണാറുള്ള ലിവിംഗ് റൂം ഇന്ന് അവസാനമാണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മള് വീടിന്റെ കയറി വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലിവിംഗ് റൂമാണ്. അപ്പൊ ഈ ഭാഗത്തായിട്ട് വലിയൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോമൽ ലിവിംഗ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ നേരത്തെ കണ്ട ആ ടൈലിന്റെ പാറ്റേൺ ആണ് ഈ ഒരു വാളിനെ മനോഹരാക്കുന്നത്. പിന്നെ കുറെ ടോപ്പ് പീസുകൾ നമ്മളെ വാളുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ആയിട്ട് ബുദ്ധനായിട്ട് കണ്ടു, പിന്നെ അത് അവിടെയായിട്ട് ഒരു ട്രീ ആണ്, ട്രീ ഓഫ് ലൈഫ് ആണ് അത്. അതെ, നേരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യം. പോസിറ്റിവിറ്റി, നമുക്ക് പരത്തെ കാണുമ്പോൾ ഒരു സന്തോഷം. അതും ഒരു വുഡിന്റെ ഡിസൈൻ ആണ്, വുഡില് ചെയ്ത ഒരു കാവ് ചെയ്തിട്ടുള്ള ഒരു ട്രീ ഓഫ് ലൈഫ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റും കൂടി ഒരു സൺ ഇൻസ്പയർഡ് ലൈറ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വാളിന്റെ മുകളിൽ രണ്ട് വശങ്ങളിലായിട്ട് ഒരു വുഡൻ ലാമിനേഷൻ, ഒരു പ്രത്യേക വർക്ക് കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. നമ്മൾ ഈ ഒരു വാളിന്റെ ലിവിംഗ് ഏരിയയുടെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്നത് ഈ രണ്ട് സൈഡിലും ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ വുഡിന്റെ ഒരു റിച്ച്നെസ് ആകെ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു ലിവിംഗ്, ഫോമൽ ലിവിംഗിന് കൊടുക്കാൻ വേണ്ടിട്ട് ആഡ് ഓൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മള് സ്വിച്ച് ബോർഡ് നോക്കുകയാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വുഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള സ്വിച്ച് ബോർഡാണ് ഇവിടെ എല്ലാം ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ കേർട്ടൻസ് ആണെങ്കിൽ നമ്മൾ വുഡൻ കേർട്ടൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫോർമൽ ലിവിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വുഡൻ കേർട്ടൻസ് യൂസ് ചെയ്തത് നമ്മൾ സാധാരണ കാണാറില്ല കേട്ടോ ഈ ഒരു. കാരണം ഇതിപ്പോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നോക്കി ആമ്പിൾ ലൈറ്റിംഗ് വേണമെന്നുള്ളപ്പം ഇത് ചെയ്യാം, അല്ലാത്തപ്പം നമുക്കിത് ക്ലോസ് ചെയ്തിട്ടും ചെയ്യാം. ആൻഡ് ഈ ഒരു സെനാറിയോ അല്ലെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിന് അത് കറക്റ്റ് ആവും എന്ന് തോന്നിയോണ്ടാണ് ഞാൻ പിന്നെ വുഡൻ ഈ കൈൻഡ് ഓഫ് കർട്ടൻസ് തന്നെ അവിടെ യൂസ് ചെയ്തത്. നമ്മള് മെയിൻ ഡോർ വുഡ് അല്ലാന്ന് ആദ്യം പറഞ്ഞു അല്ല. ഇതെന്താ മെറ്റീരിയൽ? ഇതാണ് സ്റ്റീൽ ഡോർ തന്നെയാണ്. അവിടെ അവര് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വുഡൻ പെയിന്റിങ് ചെയ്തെടുത്തു എന്ന് മാത്രം. ഞാൻ ഇവിടെ ഒരു വുഡ് എലിമെന്റ്, ഒരു വുഡിന്റെ ഒരു കഷ്ണം ഈ വീട്ടിൽ നിന്ന് എടുക്കുന്ന പറഞ്ഞാൽ ചിലപ്പം എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും.
എല്ലാ മെറ്റീരിയലും കോസ്റ്റ് എഫക്റ്റീവ് ആയി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഒക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതും നേരിട്ടുള്ള ഇടപെടലാണ് എല്ലാ കാര്യങ്ങൾക്കും. വ്യക്തമായ പ്ലാനിങ്ങും ഡിസൈനും കാര്യങ്ങളും എല്ലാം. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു ഈ ഒരു ജാളി ഡിസൈൻ ഇൻസ്പയർഡ് ആണെങ്കിലും ഒറ്റയ്ക്ക് വരച്ച് അത് അവരെ കൊണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറഞ്ഞു. അതെ അതെ. പിന്നെ അതാണ് എനിക്കും വീടിനെ പറ്റി തോന്നിയ ഒരു കാര്യമാണ്. വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾക്കത് ആദ്യം ഇഷ്ടമാവണം. അപ്പൊ നമുക്ക് അവിടെ ജീവിക്കാനും തോന്നും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതെ, അപ്പൊ നമ്മുടെ ഒരു ചോയ്സ് ഓഫ് ഇതിനനുസരിച്ചിട്ട് വീടുണ്ടാക്കുക, അങ്ങനെ കരുതിയിട്ടാണ് നമ്മൾ എല്ലാത്തിനും ഇതേപോലെ എഫേർട്ട് എടുത്തത്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ലൈഫിൽ വരുന്ന ഒരുപക്ഷെ ഒരു തവണ മാത്രം യാഥാർത്ഥ്യമാവുന്ന ഒരു കാര്യമാണ് ഒരു വീട് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സ് ചേളാരി. അപ്പൊ നമ്മുടെ ബാക്കി റിവ്യൂവും കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. നമുക്ക് ചേട്ടനെ കൂടി വിളിക്കാം. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മുൻപ്. അപ്പോൾ ആണ് ഒരു എറണാകുളത്ത് സെറ്റിൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ കുറച്ച് സ്ഥലം നോക്കി അതിലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ വീട് പണിയാനുള്ള അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് വൈഫ് സെർച്ച് ചെയ്തിട്ട് ബിൽഡിംഗ് ഡിസൈനേഴ്സ് പറ്റി പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ വീടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരുന്നു, മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ ആ ട്രഡീഷണൽ വീടുകളിൽ എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഒരു വീട് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നോക്കി വന്നപ്പോഴാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സ് സൈറ്റ് ഞാൻ കാണുന്നത്. യൂട്യൂബ് വീഡിയോസ് വഴിയാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഡയറക്റ്റ് ഓഫീസിൽ വിളിച്ചു, സംസാരിച്ചു, മുരളി സാറിനോട് സംസാരിച്ചു. ആൻഡ് നമ്മളൊരു വർക്ക് പ്ലാനൊക്കെ ഉണ്ടാക്കി. പിന്നെ നമുക്ക് പ്ലാൻ 2-3 വർഷം വയസ്സൊക്കെ ചെയ്യേണ്ടി വന്നു. നമുക്ക് നമ്മുടെ കുറേ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. എസ്പെഷ്യലി നടുമുറ്റം ഇല്ലാത്ത ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും എന്നാൽ പ്രോപ്പർ നടുമുറ്റം ഇല്ലാതെ ഇതുപോലെ ഡബിൾ ഹൈറ്റിലുള്ള വെന്റിലേഷൻ ഉള്ളൊരു കുറച്ചൊരു സാധാരണ ഉള്ളതിൽ നിന്നും ഒരു ചേഞ്ച് കൊണ്ട് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ പണിക്കാർ വന്നു. പണിക്കാരൊക്കെ വന്നത് ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. ഞാനായിരുന്നു വർക്ക് കുറെ കോർഡിനേറ്റ് ചെയ്തത്. ബിക്കോസ് ഹസ്ബൻഡ് വളരെ ബിസി ഷെഡ്യൂളുള്ള ആളാണ്. സോ അതുകൊണ്ട് തന്നെ പണിക്കാർ വന്നവരൊക്കെ വളരെ നല്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് നമ്മുടെ മനസ്സിന് ഒത്ത ഒരു പണിയെടുത്തു എന്നുള്ളതാണ് സത്യം. കാരണം ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരോട് പറഞ്ഞാൽ അവർ ചെയ്യാൻ തയ്യാറായിരുന്നു. ഈവൻ ഇലക്ട്രീഷ്യൻസ് ആട്ടെ, പെയിന്റേഴ്സ് ആട്ടെ, ഈ നോർമൽ മേഷൻസ് ആട്ടെ, ബാക്കി എല്ലാ വർക്ക്സിലും എനിക്ക് ആ ഒരു രീതിക്ക് നന്നായിട്ട് ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അവർ നല്ല എന്താ പറയാ, നമ്മുടെ വീട് നന്നാവണമെന്ന് നമ്മളോട്ട് തന്നെ അവരും ആഗ്രഹിച്ചു എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് വർക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കര സൂപ്പർ ഹാപ്പിയാണ് വർക്കേഴ്സിൽ. അതോടൊപ്പം തന്നെ ഡോക്യുമെന്റേഷൻ റിലേറ്റഡ് വർക്ക്സ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ പലതവണ ഓഫീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാം പ്രോംപ്റ്റ് ആയിട്ട് തന്നെ ടൈംലി അവർ പ്രൊവൈഡ് ചെയ്തു. ഡോക്യുമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഓഫീസ് സ്റ്റാഫ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ മുരളി സാറും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത് ഡോക്യുമെന്റേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഇപ്പം ഞങ്ങൾക്ക് ഒരു വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ക്ലാഷസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം മുരളി സാറ് പെട്ടെന്ന് പ്രോംപ്റ്റ് ആയിട്ട് നമ്മളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺസേൺസ് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഓഫീസിൽ എനിക്ക് ഇവിടെ പഞ്ചായത്ത് റിലേറ്റഡ് കേസ് മാർട്ട് വന്നപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി. അപ്പോൾ ഓഫീസ് എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഏറ്റവും എന്താ വെച്ചാൽ എപ്പോൾ വിളിച്ചാലും അവർ അറ്റൻഡ് ചെയ്യും. നമ്മുടെ കൺസേൺ എന്താണെന്ന് അവർ കേൾക്കാൻ തയ്യാറാണ്, സൊല്യൂഷൻസ് തരാൻ തയ്യാറാണ്. അപ്പോൾ ഓഫീസ് ടീമിന് എഗെയിൻ ഐ എം വെരി സൂപ്പർ ഹാപ്പി വിത്ത് ദ ഓഫീസ് ടീം. അപ്പോൾ അതും അവർക്കൊരു സ്പെഷ്യൽ തന്നെ മെൻഷൻ കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഓവറോൾ വി ആർ ഹാപ്പി. ഇത് ഈ വീട്ടിൽ ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ്. ഇത് ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമാണ്. കാരണം ഇത് ഞങ്ങളുടെ ഈ ഫസ്റ്റ് ഓണം ഞങ്ങളുടെ പുതിയ വീട്ടില് ആ ടീം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സ് ടീമും കൂടെ ഇപ്രാവശ്യം ഞങ്ങളുടെ ഓണത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഓണമാണ്. ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 1890 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ ഒരു മനോഹരമായ ട്രഡീഷണൽ ഭവനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ പ്രേക്ഷകർക്കുള്ള ഞങ്ങളുടെ ഓണസമ്മാനം. പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
അടുത്ത വീടിൻ്റെ വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.